നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. പച്ച വീട്ടിൽ പ്രശ്നേഷ്. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ്, പ്രശ്നം പിടിച്ചൊരു പേരാണ് പ്രശ്നേഷ്. നാട്ടുകാരുടെ പേരാണ്. ഗ്രീൻ ഹൗസ് ക്ലീനറായിട്ടുള്ള രോഹിത്. അവൻ മൊത്തത്തിലൊരു പ്രശ്നക്കാരനായതുകൊണ്ട് തന്നെ അവനെ പച്ച വീട്ടിൽ പ്രശ്നേഷ് എന്നാണ് സ്വതവേ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്നത്. എന്തായാലും പുള്ളിക്കാരൻ്റെ വീട്ടിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രശ്നമായി, അത് കേസായി. അങ്ങനെ ഈ പ്രശ്നേഷും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒളിവിൽ പോയി. ഒളിവിൽ നിന്ന് ജസ്റ്റ് അങ്ങോട്ട് ഇറങ്ങി ഉടനെ അതിനെ മൈക്കും എടുത്ത് ക്യാമറ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. കരഞ്ഞു മെഴുകാനും ന്യായീകരിച്ച് മെഴുകാനും. അതാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു ട്രെൻഡാണ് ഫാമിലി വ്ളോഗേഴ്സിൻ്റെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് ജനങ്ങളെ കാണിക്കുക, ജനങ്ങളെ കാണിച്ച് കുറേ റീൽസും അതുപോലെ കുറേ റീച്ചും ഉണ്ടാക്കുക. മില്യൺസ് ആൻഡ് മില്യൺസ് അടിച്ചാണ് പോകുന്നത്. അങ്ങനെയുള്ള ഫാമിലി വ്ളോഗേഴ്സിൻ്റെ വീട്ടിലെ വഴക്കിനാണ് ഇപ്പോൾ മൂല്യം എന്ന് പറയുന്നത് പോലെ. ശരിക്കും അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നമ്മൾ തിരുവനന്തപുരംകാരായ ഫാമിലി വ്ളോഗേഴ്സ് അവർ പരസ്പരം ചേട്ടനും അനിയന്മാരും വളരെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയിൽ പിന്നെ ചേട്ടൻ്റെ ഭാര്യയെ അനിയൻ അടിക്കുന്നു, ഭർത്താവ് അതായത് ചേട്ടൻ അനിയനായിരുന്നു, അനിയൻ അടിക്കുന്നു, അച്ഛൻ മൂത്ത മകനെ അടിക്കുന്നു, അത് വലിയ പ്രശ്നമാകുന്നു. ഒരു കാറിൽ വന്നിരുന്ന് കരഞ്ഞു മെഴുകുന്നു, അതിനുശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, പുതിയ വീട് വാങ്ങിക്കുന്നു, ഫോർച്യൂണർ വാങ്ങിക്കുന്നു. അങ്ങനെ മേളത്തോട് മേളം. ഓരോ വീഡിയോസിനും 45-50 ലക്ഷം വ്യൂസാണ് കിട്ടുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. കാരണം ഈ പൈസയാണ് വന്ന് വീഴുന്നത്. സോ ഇതൊക്കെ ഇവരുടെ ഒരു അടവാണെന്ന് ജനങ്ങൾ വല്ലാതെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതിനെക്കുറിച്ച് ഭയങ്കര വിമർശനങ്ങളും ഇതൊരു വ്ളോഗർ സ്കാം ആണെന്നൊക്കെ രീതിയിൽ പല ഇൻഫ്ലുവൻസേഴ്സും റിയാക്ട് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ പ്രശ്നേഷ് എന്ന് പറഞ്ഞ വ്യക്തിയെ, പച്ച വീട്ടിൽ പ്രശ്നേഷ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ വീട്ടിൽ നടന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രസ്റ്റേജായിട്ടുണ്ടാക്കിയ സ്വത്ത് തർക്കത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അതായത് പാവപ്പെട്ട ഒരു അമ്മയും അയാളുടെ പെങ്ങളെയും ഈ പറയുന്ന പോലെ അവർക്കുണ്ടായിരുന്ന സമ്പാദ്യങ്ങളെല്ലാം മൂത്ത മകൻ, വീട്ടിൽ അച്ഛൻ 6 വർഷങ്ങൾക്ക് മുമ്പ് ഉപേക്ഷിച്ച് പോയതിനു ശേഷം അദ്ദേഹം വീട്ടു നോക്കുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. വീട്ടിലുള്ള മൂത്ത മകൻ വളർത്തി ഇത്രയും വലുതാക്കിയത് പിന്നെ എന്തിനാ? ആരുമില്ലാത്ത അമ്മയെയും പെങ്ങളെയൊക്കെ നോക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം മകനുണ്ട്. മകൻ നോക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരും അവരുടെ കയ്യിലുള്ള ചെറിയ സമ്പാദ്യങ്ങളൊക്കെ അവന് കൊടുക്കുന്നു. അവൻ്റെ ഈ വ്യാപാര സ്ഥാപനം തുടങ്ങാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ കൊടുക്കുന്നു. ഇതെല്ലാം ഒരു സുപ്രഭാതത്തിൽ പുള്ളിക്ക് മൊത്തത്തിൽ വേണം. പുള്ളി വിവാഹം അങ്ങോട്ട് കഴിക്കുന്നു. വിവാഹം കഴിച്ച ഉടനെ പുള്ളിക്ക് എന്താ പറയുക, കാർ എടുക്കണം. കാർ എടുക്കുന്നതിന് സ്വന്തമായിട്ട് അധ്വാനിച്ചല്ലേ കാർ എടുക്കേണ്ടത്. പകരം വീട്ടിലെ പെങ്ങളെ കെട്ടിക്കാൻ വെച്ചിരിക്കുന്ന സ്വർണ്ണം എടുത്തിട്ട് വേണോ പണിയാനായിട്ട്? എന്തായാലും അതവർ കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം ഇതൊന്നും ചോദിക്കുകയും പറയാതെയും ചെയ്യാതെ ഇവൻ അതിനകത്ത് കുറച്ചെടുത്ത് വിൽക്കുന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആ വീട് എല്ലാ വീടുകളും നടക്കുന്ന ഒരു കാര്യമാണ്. വിവാഹശേഷം ചിലപ്പോൾ നാത്തും പോരുണ്ടാകും, അമ്മായിയമ്മയും മരുമകളും തമ്മിൽ പോരുണ്ടാകും. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇത് ജനങ്ങൾ അറിയുന്നത് എപ്പോഴാണ്? അത് വീഡിയോ എടുത്ത് അത് പോസ്റ്റ് ചെയ്യുമ്പോഴാണ് ജനങ്ങൾ അറിയുന്നത്. ഇത് ജനങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണോ? ശരിക്കും സത്യത്തിൽ ജനങ്ങൾ അറിയേണ്ട കാര്യമല്ല. ഇത്രയും കാലം എന്തായാലും അമ്മ പ്രസവിക്കാതെ ഈ പറയുന്ന പ്രശ്നേഷ് എന്ന് പറഞ്ഞ വ്യക്തി ഭൂമിയിൽ ജനിക്കില്ല. ജനിച്ചാൽ മാത്രം പോരല്ലോ, വെറുതെ അങ്ങ് വളരുമോ? വെള്ളവും വളമൊക്കെ തന്ന് വളർത്തണ്ടേ? അതുപോലെ വളവും തന്ന് വളർത്തിയ അമ്മയും കുഞ്ഞനിയത്തിയും സത്യത്തിൽ അവൻ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നും ആണ് അവൻ പല കാര്യങ്ങളും ചെയ്തതെന്നാണ് അവൻ അവകാശപ്പെടുന്നത്. അവൻ പഠിപ്പിച്ചു, അവൻ വളർത്തി. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അവരുടെ ഭാഗത്തൊരു തെറ്റുണ്ടായപ്പോൾ, പ്രത്യേകിച്ചും പെങ്ങളുടെ ഭാഗത്തൊരു തെറ്റുണ്ടായപ്പോൾ അവന് ക്ഷമിക്കാൻ തോന്നിയില്ല? അപ്പോൾ അവൻ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? സ്വന്തം അനിയത്തിയുടെ ഈ സ്വകാര്യ സംഭാഷണങ്ങൾ, ചാറ്റുകൾ വരെ എടുത്ത് വീഡിയോ ആക്കി വൈറലാക്കുന്ന വൃത്തികെട്ടവനെ പിന്നെ എന്താണ് വിളിക്കേണ്ടത്? ശരിക്കും പറഞ്ഞാൽ എന്താണ് അവൻ ഒരു വ്യക്തിത്വം എന്നുകൊണ്ട് എന്താണ് അവൻ ഉദ്ദേശിക്കുന്നത്? എന്തു തന്നെ ആയാലും അവൻ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം സ്വന്തം ഭാഗം ന്യായീകരിച്ച് മെഴുകുന്ന കുറച്ച് വീഡിയോകൾ അവൻ ഇടുന്നുണ്ട്. അതായത് എൻ്റെ അമ്മ മനഃപൂർവ്വം ക്രിയേറ്റ്, അന്ന് രാത്രിയിൽ നടന്ന സംഭവങ്ങൾ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തതാണ് എന്ന രീതിയിലാണ് കാര്യങ്ങളിവിടെ സംസാരിക്കുന്നത്. അതോടെ തന്നെ അവൻ പറയുന്നുണ്ട്, കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തതാണെങ്കിൽ ഇവൻ എങ്ങനെ വീഡിയോ എടുത്തു? സത്യത്തിൽ അവരൊരു വ്ളോഗേഴ്സ് അല്ല, അവർക്കൊരു യൂട്യൂബ് ചാനലും ഇല്ല. അവരത് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ജീവിച്ചാൽ മതി, ഞങ്ങൾ ഒന്നും വീഡിയോ പോസ്റ്റ് ചെയ്ത് നാട്ടുകാരെ കാണിക്കുന്നില്ല. അവരുടെ ന്യായത്തിൻ്റെ സാക്ഷികൾ എന്ന് പറയുന്നത് നിയമവും അയൽവാസികളായ കുറച്ച് ആൾക്കാരും മാത്രമാണ്. പക്ഷേ പ്രശ്നേഷിനെ അല്ലെങ്കിൽ രോഹിതിനെ സംബന്ധിച്ചിടത്തോളം രോഹിത് സാക്ഷിയാക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മുഴുവനും യൂട്യൂബിലാണ് അല്ലെങ്കിൽ ഫേസ്ബുക്കിലാണ്. അവൻ ഈ വീഡിയോ മുഴുവനും അവൻ്റെ കയ്യിൽ എങ്ങനെയാണ് രാത്രി 11 മണിക്ക് വീട്ടിൽ ചെല്ലരുന്ന് അമ്മ ഓൺ ചെയ്തെന്ന് പറയുന്നു. അവൻ എങ്ങനെയാണ് വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് അമ്മയെ പുറത്തിറക്കിക്കുകയാണ് മനഃപൂർവ്വം. കാരണം അവൻ ഈ ലാസ്റ്റായിട്ടിട്ട വീഡിയോയിലും പ്രശ്നേഷ് പറയുന്നത്, അമ്മയെ ഞാൻ ശല്യപ്പെടുത്തി, അതായത് ഉറങ്ങാൻ പറ്റുന്നില്ല, അമ്മ തുറക്കമ്മ എന്ന് അവൻ തന്നെ പറയുന്നത്. അവരൊരു മണ്ടനാണെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അവൻ അത് തന്നെയാണ് അവൻ വീഡിയോയിലും ഇരുന്ന് പറയുന്നത്. അമ്മ തുറക്കമ്മ എന്ന് പറയുമ്പോൾ ഏതൊരാൾ ഇറിറ്റേറ്റഡ് ആയിട്ട് തുറന്നു പോകും. അങ്ങനെ ഇറിറ്റേറ്റഡ് ആയിട്ട് തുറന്നു വരുന്ന ആൾക്കാരുടെ വീഡിയോ എടുത്ത് വെച്ചിട്ട് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് എങ്ങാണ്ട് അവൻ കുക്ക്ഡപ്പ് ചെയ്ത അല്ലെങ്കിൽ അവൻ സ്ക്രിപ്റ്റഡ് ആയിട്ട് ചെയ്തു വെച്ച ഒരു സ്റ്റോറിയുടെ ബാക്കി പത്രമാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടത്. സോ എൻ്റെ പ്രശ്നേഷേ, കുറച്ചെങ്കിലും ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുക. ഒന്നാമത് ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തി നീ ഇപ്പോൾ കുറച്ച് നാൾ ഒളിവിൽ പോയി. ഇനി അതിലും വലിയ വകുപ്പുകളായിരിക്കും ചിലപ്പോൾ നിൻ്റെ പുറകെ വരാൻ പോകുന്നത്. കാരണം അമ്മയും പെങ്ങളെയും ഉപദ്രവിച്ചു ഹരാസ് ചെയ്യുന്നൊരു കേസ് നിൻ്റെ കയ്യിലുണ്ട്. അതുകൂടാതെ അവരുടെ പ്രൈവസി
പ്രൈവസി ബ്രീച്ച് ചെയ്തു. കാരണം അവളൊരു പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ്. നിന്റെ പെങ്ങളെക്കാൾ കൂടുതൽ അവളൊരു സമൂഹത്തിലെ വ്യക്തിയാണ്. ആ വ്യക്തിയുടെ സ്വകാര്യ സംഭാഷണങ്ങൾ ഒരു മനസാക്ഷിയും ഇല്ലാതെ അവൾക്ക് 10 കാമുകന്മാരുണ്ടായിരുന്നു, അവൾക്ക് 20 കാമുകന്മാരുണ്ടായിരുന്നു എന്ന രീതിയിൽ കാണിക്കുക. സത്യത്തിൽ നിനക്ക് ലജ്ജയില്ലാത്തവനാണ് എന്ന് നിന്നെ വിളിച്ചാൽ അത് തെറ്റായി പോകുമോ? സത്യത്തിൽ ശരിക്കും പ്രശ്നക്കാരൻ നീ തന്നെയല്ലേ? ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കുക. ദയവായി നമുക്ക് വ്ളോഗേഴ്സിനോട് പറയാനുള്ളത്, വ്ളോഗിങ് ഒക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ അവനവൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഒരു വ്ളോഗല്ല. ഒരു വ്ളോഗ് 10 മിനിറ്റുള്ളോ അല്ലെങ്കിൽ 20 മിനിറ്റോ 25 മിനിറ്റോ വ്ളോഗ് തുടങ്ങി എടുത്ത് തീരുമ്പോൾ തീർന്നു പോകുന്നതല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അതങ്ങനെ കിടക്കുകയാണ്. ജനിപ്പിച്ച അല്ലെങ്കിൽ ജന്മം നൽകിയ ആ ജീവിതം ദൈവം എടുക്കുന്നവരെ, അല്ലെങ്കിൽ ആരാണോ ലോകാധിപൻ അദ്ദേഹം എടുക്കുന്നവരെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചേ പറ്റൂ. അപ്പോൾ ആ ഉള്ള ഒരു ഗ്യാപ്പിൽ സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ജീവിക്കാൻ ശ്രമിക്കുക. നമ്മളെല്ലാവരും പ്രൊഫഷണൽസ് അല്ല. എല്ലായ്പ്പോഴും നമുക്ക് 24/7 പ്രൊഫഷണൽസ് ആയി ഇരിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുടുംബം ഉണ്ടാവാൻ പാടില്ല. നമ്മൾ എല്ലാവരും അമ്മയും മകളും അച്ഛനും മകനും സഹോദരനും അനിയനും അനിയത്തിയും ഒക്കെയാണ്, സ്റ്റുഡൻറ്റ് വിദ്യാർത്ഥി ഒക്കെയാണ്. സോ അതുകൊണ്ട് ഒരു കുടുംബം എന്ന് പറയുന്നത് വളരെ ഇമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂലുകൾ കൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ പറ്റുന്ന നൂലുകൾ കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദയവായി ഫാമിലിയിലെ നല്ല സന്തോഷകരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ ഇതെല്ലാം നിങ്ങളെടുത്ത് വ്ളോഗാക്കൂ. പകരം സ്വന്തം പെറ്റ തള്ളയും പെറ്റ തന്തയും അല്ലെങ്കിൽ സ്വന്തം വളർത്തിയ കൂടപ്പിറപ്പും അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന കൂടപ്പിറപ്പും കളിച്ചു ചിരിച്ചു വന്ന കൂടപ്പിറപ്പിനെയും ഒക്കെ അപമാനിച്ചുകൊണ്ട് ചെയ്യുന്ന ഈ വീഡിയോകൾ ദയവായി നിർത്തുക.